യോബിന് അനർത്ഥവും കഷ്ടതയും എല്ലാം കൂടെ സംഭവിച്ചപ്പോൾ വേണ്ട വെള്ളം വേണ്ട, നമുക്ക് ചൂടുണ്ട് അവിടെ, ഇപ്പം വേണ്ട, വെള്ളം കുടിക്കാറായില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി അത് പറഞ്ഞ് നിങ്ങളൊരു തർക്കം വേണ്ട, ഇങ്ങോട്ട് നോക്കുന്നത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കഷ്ടതയും ഈ ശോധനയെല്ലാം വന്ന് ഈ രൂക്ഷമായ പ്രതിസന്ധി കൂടെ പോവുക. യോബിന് 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഉടനെ ആ നല്ല സ്നേഹിതന്മാരാ കേട്ടോ. ഈ സ്നേഹിതന്മാർ 2-3 പേരോട് പറഞ്ഞു, യോ നമ്മുടെ സ്നേഹിതൻ യോബ് വല്ലാത്ത കഷ്ടത്തിൽ കൂടെ പോവുക, പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം നശിച്ചു, ഇപ്പം പുള്ളിയും ദീനം പിടിച്ച് ആകെ പരുവക്കേടിയിരിക്കുക, നമുക്ക് അത്തറ്റം പോയി പുള്ളിയോട് കൂടെ 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, സഹതപിക്കുകയൊക്കെ ചെയ്യാം. നല്ല സ്നേഹിതന്മാർ, അവരാ സ്നേഹിതര്. കഷ്ടതയിൽ വരുന്നവര്, നീ ശോധനയിൽ കൂടെ പോകുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്നവർ, നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് കൈത്താങ്ങൽ തരുന്നവര്, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ നിന്റെ അവരാ സ്നേഹിതര്. സ്തോത്രം. അല്ലാത്തവര് സ്നേഹിതരല്ല. കാവ്യമുണ്ട് പറഞ്ഞു, സുഖത്തിലുണ്ടാം സഖിമാരനേകർ. പിന്നെ സുഖത്തിലുണ്ടാം സഖിമാരനേകർ. സുഖത്തിലേ ഇഷ്ടം പോലെ കൂട്ടുകാർ കാണും, വീടും വണ്ടിയും ചുറ്റുപാടും കാശും, ആൾക്കാരുടെയൊക്കെ കാശ് എടുത്ത് വീശും, ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ സ്നേഹിതരാ ഇല്ലേ? എല്ലാരും വരും ബ്രോ. ഇപ്പൊ അങ്ങനല്ലേ പിള്ളേരെല്ലാം പറഞ്ഞേ, സ്നേഹിതാന്നൊന്നുമില്ല അങ്ങനെ അവനെ ഇഷ്ടം പോലെ കാണും. സുഖത്തിൽ ചുമ്മാ പോകുന്നതിനും കയറി ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം എല്ലാവർക്കും കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അതിനെന്നാ പറയുന്നേ? ഓ എന്തുവാ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ? ഏതാ അല്ലെന്നീ ആൾക്കാർ കൂട്ടുകൂടുന്നതിന്. ആയിക്കോട്ടെ, ഇഷ്ടം പോലെ വരും. അതാ കവി പറഞ്ഞത്, സുഖത്തിലുണ്ടാം സഖിമാരനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. പരുവക്കേടാന്ന് കണ്ടാൽ വിളിക്കുമ്പോഴെല്ലാം അവൻ പരിധിക്ക് പുറത്താ. മറ്റേത് എപ്പോഴും പരിധിയോട് ചേർന്നാ അവൻ നിൽക്കുന്നത്. സുഖത്തിലേ പോടാന്ന് പറഞ്ഞാൽ പോലും പോകില്ല, ഇവിടെ ഇതിലെ കൂടെ പോകുമ്പോൾ ഇതിലേ വന്ന് നിൽക്കും. ദുഃഖം വരുമ്പോൾ ഇത് ലോകത്തിന്റെ പ്രകൃതി അതാണ്. എന്നാൽ യോബിന്റെ 2-3 സ്നേഹിതന്മാർ, സ്തോത്രം, യോബിന് കഷ്ടമെല്ലാം കൂടെ വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയും സഹതപിക്കാൻ. 2:11 വായിച്ചേ മോളെ. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും, ചുരുക്കി പറഞ്ഞാൽ യോബിന്റെ കൂടെ സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവര് 3 പേരും കൂടെ ഒത്തുകൊണ്ട് പറഞ്ഞ് നമുക്ക് പുള്ളിയുടെ പോകാം, പ്രാർത്ഥിക്കാം, ഇരിക്കാം. നല്ല സ്നേഹിതന്മാർ. പക്ഷെ എന്റെ ഭാഷ പറഞ്ഞാൽ ആശ്വസിപ്പാനും സഹതപിപ്പാനും ആശ്വാസവചനങ്ങളൊക്കെ പറയാനാ വന്നെങ്കിലും വന്നപ്പോ പ്ലേറ്റ് തിരിച്ചു വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. പ്രാർത്ഥിക്കാനാ വന്നേ, പക്ഷെ പാര വെച്ചേച്ചാ. നമ്മളൊക്കെ നീ പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം പ്രാർത്ഥിക്കുക എന്നാണോ? കൊള്ളാം, മിക്കതും പാരയല്ല, വലിയ അലവാങ്ക ആണെന്നോ. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ എല്ലാം ഒരുത്തം വന്ന് ചോദിച്ചു ചൊറിഞ്ഞിരിക്കുന്ന പുള്ളിയോട്, നേരുള്ളവർ മുടിഞ്ഞു പോയത് എവിടാന്ന്, എങ്ങനുണ്ട്? എന്നാ വേറൊരുത്തം വന്ന് പറഞ്ഞു, നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ പെര പുറത്തു വീണിയാകുമായിരുന്നു. എന്നാ ഒരുത്തം വന്ന് ചോദിച്ചു, എന്തോ കുഴപ്പങ്ങളുണ്ടെന്നാ ഇതൊക്കെ ഈ വീട്ടിലിങ്ങനെ എല്ലാവരും വേദനിപ്പിക്കുക വാക്കുകൾ കൊണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കും. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. സ്നേഹിതന്മാരെല്ലാം ദ്വേഷിക്കാൻ തുടങ്ങി. ആ തെറ്റി ഒഴിഞ്ഞു പോകുന്ന 2-3 പേർ അവരും ഇപ്പം മിണ്ടുന്നില്ല. സമ്പത്ത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വൈതരണികളാ. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തലമുറയെല്ലാം നഷ്ടപ്പെട്ടു, ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും
സ്നേഹിതന്മാർ ദ്വേഷിച്ചു. തെറ്റി ഒഴിഞ്ഞു പോകുന്നവരിപ്പം മിണ്ടുന്നില്ല. അയൽക്കാർക്കെല്ലാം നിന്ദിതനായി. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. അയൽക്കാരെല്ലാം നിന്ദിക്കാൻ തുടങ്ങി. സ്തോത്രം, എല്ലാം പ്രതികൂലമാണ്. ഒടുവില് ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു. ഇയ്യോബിന്റെ ശ്വാസത്തിന് ദുർഗന്ധം. ഈ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ വരുന്ന ശ്വസിക്കുന്ന ആ ശ്വാസത്തിന് ഇപ്പൊ ദുർഗന്ധം. അത് ഭാര്യയ്ക്ക് പോലും അസഖ്യമായെന്ന് ആ 19:17 എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. മോളെ 19:17 വായിച്ചു. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും. കല്യാണം കഴിഞ്ഞ സമയത്ത് അടുത്തങ്ങ് ഇരിക്കുക. അച്ചായും ദീർഘശ്വാസം വിടുമ്പോ അതുകൂടെ വേണേ അമ്മാമ. ഇപ്പത്തെ ശ്വാസം പോലും, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും എന്റെ യാതന എന്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. ശ്വാസത്തിന് വരെ ദുർഗന്ധം വെച്ചു എന്ന് പറഞ്ഞാൽ ഈ പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിൽ പരുക്കളും വ്രണങ്ങളും വടുക്കളും ഉണ്ടായി. അതകത്ത് പൊട്ടി ചീഞ്ഞ് നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അല്ലാതെ ഇയ്യോബിന് കരപ്പം വന്നതാണെന്നും പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പുറമെയുള്ള പരുക്കളേക്കാൾ വ്രണങ്ങളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിൽ പരുക്കളും വ്രണങ്ങളും വന്നത് പൊട്ടി ചീഞ്ഞു നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിനും ദുർഗന്ധം വെച്ചു. അതാ എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും എന്റെ യാതന എന്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, എന്റെ മുഖം തുപ്പലിന് ഏൽപ്പിച്ചെന്ന്. കാണുന്നവരെല്ലാം തുപ്പുക. ചുമ്മാ ഇരിക്കുന്നവനും അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ചുമ്മാ ഇരിക്കുന്നതിന് നമ്മളെ തുപ്പും. പ്രൈസ് ദി ലോർഡ്. എല്ലാം തനിക്ക് പ്രതികൂലമായി. ഓടിച്ച് പറയാ, എന്റെ ഭാഷയാ, ഒടുവിൽ അമ്മാമ്മയും കാല് വാരി. 2:9 വായിച്ചോ മോളെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മാമയും കാല് വാരി. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. എല്ലാം തനിക്ക് പ്രതികൂലമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, നിനക്കെല്ലാം പ്രതികൂലമാകും. പിശാച് ഓർത്തത് എല്ലാം നഷ്ടപ്പെട്ടില്ലേ? തലമുറ 10 മാറ്റപ്പെട്ടു, സമ്പത്ത് മുഴുവൻ നശിച്ചു, സ്നേഹിതന്മാർ ദോഷിച്ചു, അയൽക്കാർക്ക് നിന്നതിനായി, തെറ്റിയൊടിഞ്ഞവൻ മിണ്ടാനായി, വേലക്കാരൻ മിണ്ടാനായി, തുപ്പലിനെ ഏൽപ്പിച്ചു കൊടുത്തു. മുഖം അസഖ്യമായ വേദനയായി, ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു. എല്ലാം പ്രതികൂലമായി. ഒടുവിൽ ഭാര്യയും കാലുവാരി. ഞാൻ ഭാര്യയെ കുറ്റം പറയത്തില്ല, അതുവരെ സഹിച്ചു നിന്നല്ലോ. ഇല്ലേ? ഇന്നത്തെ ഭാര്യയാന്നല്ലോ. ഇതുവരെ സഹിച്ചു നിൽക്കുവോ? നിങ്ങൾ സത്യം പറ. നിൽക്കും. ചിലപ്പം നിൽക്കും. കൂടെ വേറെ വർത്താനവും പറയും. ചായ കൊണ്ട് കൊടുക്കുമ്പോ കുടിച്ചോ, ഞാനായതുകൊണ്ടാണ് ഇട്ട് തരുന്നത്, അങ്ങനെയൊക്കെ പറയും. അല്ല, കൊള്ളിച്ച വർത്താനം. നിങ്ങൾ വല്ല വരുന്ന ആദ്യത്തെ കന്നാലി എത്തപ്പോഴേ കൂടിന്റെ കുടുംബിക്ക് പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയാനും പലരും. എന്നാൽ ഈ സഹോദരി ഇതുവരെ സഹിച്ചു നിന്നല്ലോ. അങ്ങേയറ്റം പറ്റിയപ്പോൾ അവളും ത്യജിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ. എല്ലാം പ്രതികൂലമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം വിടാം. എല്ലാം പ്രതികൂലമായി. ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേട്ട് അതപ്പതിക്കുന്ന കാണുവാൻ സാത്താനും കൂട്ടരും നോക്കി നിന്നപ്പോൾ ഇയ്യോബ് പരാജയത്തിന്റെ പല്ലവിയല്ല പാടിയത്. നമുക്കറിയാം ഇയ്യോബ് എന്നാ പറഞ്ഞത്. 13:15 വായിച്ചേ മോളെ. 13:15. എല്ലാം നഷ്ടപ്പെട്ടു. ആമൻ ഭാര്യയും തള്ളിപ്പറഞ്ഞു. ശ്വാസത്തിന് ദുർഗന്ധം വെച്ച് ഇയ്യോബ് അവൻ അധപ്പതനത്തിന്റെ പദം കേൾക്കുവാൻ കാത്തിരുന്നപ്പോൾ അവൻ ഇയ്യോബ് പാടിയതന്നെ 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ യേശുവിനാ. അതുകൊണ്ട് ഇയ്യോബിനറിയാ, ഈ ശോധനകളും ഈ പ്രതികൂലങ്ങൾ വന്നത് അവൻ ദൈവം അറിയാതല്ല, ദൈവം അറിഞ്ഞോണ്ട് ഇന്ന് രാത്രി ഈ സമ്പത്ത് നഷ്ടപ്പെട്ടതും തലമുറ നഷ്ടപ്പെട്ടതും ഈ രോഗം വന്നതും പീഡ വന്നതും എല്ലാവരും ത്യജിച്ചതും തള്ളിപ്പറഞ്ഞതും തള്ളിക്കളഞ്ഞതും എന്റെ ദൈവം അറിഞ്ഞോണ്ടാ. സകലത്തിന്റെ അധികാരി എന്റെ കർത്താവാ. അതുകൊണ്ട് അയ്യോ 13:15 പറയുക, അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, കഷ്ടങ്ങളും പ്രയാസങ്ങളും ശോധനകളും വരുമ്പോ തളർന്നു പോകരുത്. ഇന്ന് രാത്രി നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. അങ്ങനല്ലേ കൊരിന്ത്യർ 10:13 വായിച്ച് മോളെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:13 പെട്ടെന്ന് വായിച്ചു. 14 നേരെ മേളി കണ്ണിക തീരുന്നിടത്ത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിനക്ക് തരികയല്ലെന്ന്. ചില സഹോദരിമാരൊക്കെ നിങ്ങളെ ബഹുമാനിക്കുക, സഹോദരിമാര് പറയാറുണ്ട്, എൻ്റെ അമ്മാമേ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ. അല്പം കൂടെ സാമർഥ്യമുള്ള സഹോദരിമാര് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ അമ്മാമേ ഞാനായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ അതിനും ഒരു ടോർപ്പിടോ. എന്നാലും ബൈക്കിന്റെ പുറകിൽ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും കയറിയിരിക്കടി, വളവുണ്ട്, മുറുക്ക പിടിച്ചോണം. ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം, വേണ്ടേ? വിടിട്ടേച്ച് പോകാൻ പറ്റുമോ? നല്ല ഏലായി. ഈ ചള്ളും പൊട്ടുവൽ നിങ്ങളൊരു സ്തോത്രം പറ. നിങ്ങളല്ല, അവർക്കുള്ള കാര്യമല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പിന്നെ തരാം, നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കേ. ഈ ചള്ളും പള്ളും ഒക്കെ കേട്ടാലും ഉരുട്ടിയിടാതെ ബൈക്കിന്റെ പുറകിൽ വെച്ചേ, അല്ലെ കാറെ കയറ്റി, അല്ലെ സൈക്കിളിന്റെ പുറകിൽ, എവിടെ ആയിക്കോട്ടെ, ഉരുട്ടിയിടാതെ ഇവിടെ കൊണ്ടുവരികയും ഇനി യോഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ടേ? ഒരു സ്തോത്രം പറഞ്ഞു. അങ്ങനെ അമ്മ സ്തോത്രം പറയാന്ന്. നിങ്ങളോട് പറയാം. അപ്പൊ ചില സഹോദരിമാരാ പറയുന്നത്, ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ. ഞാൻ നിങ്ങളോട് പറയാം. പേരെന്നാ? അത് പാസ്റ്റർ എന്ത് പാസ്റ്റർ അന്ന് മുങ്ങിയതാ. പേരെന്തുവാ? പാസ്റ്റർ ഭാര്യയാണോ? എന്നാ പോട്ടെ, വെറുതെ അലോഗ്യം ഉണ്ടാക്കണ്ട. നിങ്ങളോട് പറയാം. ഞാൻ സഹോദരിമാരോട് പറയാറുണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയ അമ്മേ അല്ലെങ്കിൽ സഹോദരി, ഇതെല്ലാം സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും, അത് തന്മയത്വത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇത് പരിഹരിക്കാൻ നിനക്ക് നല്ല കൃപയും തന്മയത്വവും വൈഭവവും സമർപ്പണവും സഹിഷ്ണുതയും ക്ഷമയും ഉണ്ടെന്ന് ദൈവത്തിന് നിന്നെ പറ്റി നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഈ സാധനത്തിനെ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നത്. ഇനി നിങ്ങളൊരു സ്തോത്രം പറ. ഇങ്ങനെ സ്തോത്രം പറയുന്നത് അല്ല, ഇങ്ങനെ പറയണം. ഇപ്പൊ കണ്ടോ? മനസ്സിലായോ? ഇതെല്ലാം സഹിപ്പാനും ക്ഷമിക്കാനുമുള്ള കൃപയും സമർപ്പണവും വിനയവും സഹിഷ്ണുതയൊക്കെ നിനക്കൊണ്ടെന്ന് ദൈവം തമ്പുരാന് നിന്നെപ്പറ്റി, എൻ്റെ കുഞ്ഞന്നാമ്മേ, നിന്നെപ്പറ്റി നല്ല അറിവുള്ളത് കൊണ്ടാ ഈ സാധനത്തിനെ നിന്റെ കയ്യിൽ തന്നെ സൂക്ഷം കൊണ്ട് തന്നത്. ഇത് കുഞ്ഞമ്മയുടെ കയ്യിലായിരുന്നു, അവൾ ഞെക്കിക്കൊന്നേനം. കുഞ്ഞമ്മയുടെ കയ്യിൽ ഇതിനെ കൊടുക്കാതെ കുഞ്ഞന്നാമ്മയുടെ കയ്യിൽ കൊണ്ട് തന്നത്. കുഞ്ഞന്നാമ്മയെ പറ്റി ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്, ആമേൽ കറിയാക്കുട്ടീനെ ഞെക്കി കൊല്ലത്തില്ലെന്ന്. അതുകൊണ്ടാ കൊണ്ട് നടന്നത്. ഒന്നുകൂടെ ഒരു ഹല്ലേലൂയ പറ. ഇങ്ങനെ ഹല്ലേലൂയ പറ. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഈ രോഗം അത് സഹിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഈ കഷ്ടത നീ തരണം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഈ ശോധന അത് മറികടക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഈ പോരാട്ടം അതിജീവിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിനക്ക് തന്നെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വേറൊരുത്തന് കൊടുത്തിരുന്ന അവൻ ആത്മഹത്യ ചെയ്തേനം, അല്ലെ റെയിൽവേ പാളത്തിൽ തല വെച്ചേനം, അല്ലെ അവൻ തൂങ്ങിച്ചത്തേനം, ഇല്ലേ അവൻ നെയ്യാർ ഡാമിൽ പോയി ചാടിച്ചത്തേനം. പ്രൈസ് ദി ലോർഡ്.
പക്ഷെ ഈ ശോധനകളും ഈ കഷ്ടതകളും വന്നിട്ടും ഇന്ന് രാത്രി നീ ഇതിനകത്തിരുന്ന് ഹല്ലേലൂയ പറയുകയും സ്തോത്രം ചെയ്യുകയും കൈയടിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവത്തിനറിയാം. നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തത് ദൈവം തരത്തില്ല. ഇന്ന് രാത്രി നീ ബലപ്പെട്, ബലപ്പെട്, ബലപ്പെട്. പ്രൈസ് ദി ലോർഡ്. ശക്തിപ്പെട്. നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം തരത്തില്ല. ഓ കൃപ. ശോധന വളരെയുണ്ട് എനിക്ക് നാദാ, പരിശോധന നൽകുന്നാൽ പുതുക്കുന്നപ്പാ. ശോധന വളരെയുണ്ട് എനിക്കുന്നതാ, പരിശോധന നൽകുന്നാൽ പുതുക്കുന്നപ്പാ. പാർശ്വരാജ പ്രഭു താണ്ടം സഞ്ജയ്വാൻ എന്റെ അരികിലെത്തിയെന്നും Satan, poga Satan, poga Satan, poga Satan. ഇരുട്ടിന്റെ ദേവൻ നീ പോയിക്കൊള്ളുക, സർവശക്തൻ എന്നെ കാവലുണ്ട്. ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്ക് വിശ്വാസ കപ്പലിൽ കാറ്റുകൾ അടിച്ചാൽ തിരകൾ മേലഞ്ഞാൽ നാശത്തിൻ പാറമേൽ തട്ടിയിട്ടുടയാ യേശുയൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം അറിയാതെ നിനക്കൊന്നും വരികയില്ല. ഞാൻ ഓടിച്ചു നിർത്താം. 9 കഴിഞ്ഞല്ലേ? എന്നെ ചെയ്യണം? ഇവരെ അല്ല. 5-8 മിനിറ്റ് കൂടെ എടുക്കട്ടെ? ഇന്ന് പറയാവുന്നിടത്തോളം പറയാം. ഒക്കുന്നില്ലേ? കർത്താവ് വരാൻ താമസിച്ച അത് മതി. അല്ല, ഗുണമാകാനാണ് ഇതൊക്കെ മതി. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഒരു കാര്യം പറയാ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. തരത്തില്ല, തരത്തില്ല. സ്തോത്രം. പഴയ പാട്ടാ എനിക്കിഷ്ടം, അതാ കൂടുതൽ പാടുന്നെന്ന് പറയത്തില്ല, പറയുക. മൂത്താബാക്കലെ കൊച്ചുകുഞ്ഞിന് എഴുതിയൊരു പാട്ടുണ്ട്. സന്ദർഭം ഇതാ, തൻ്റെ മകൻ മരിച്ചു, ശൗമേൽ കുട്ടി. ഇപ്പോഴല്ല, പണ്ട് മരിച്ചപ്പം മകന്റെ ഡെഡ് ബോഡി വെച്ചോണ്ട് എഴുതിയ വരികളാ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന. ഞാൻ പാടിക്കോളാം. ഒരു കാര്യം പറയാനാ. അടുത്ത പാട്ട് പാടുമ്പോ എന്റെ കൂടെ പാടണം. ഇത് വേറൊരു വകുപ്പുണ്ട് അതിനാ. അപ്പം മകൻ മരിച്ചപ്പം ഡെഡ് ബോഡി വെച്ചോണ്ടാ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. അടുത്ത പാട്. ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പൊന്നച്ചോ മതി, അവിടെ നിൽക്ക്. അപ്പൊ ദുഃഖത്തിന്റെ പാന മാത്രം മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അത് സന്തോഷത്തോടിഞ്ഞ് വാങ്ങിയിട്ട് അനാവശ്യം പറഞ്ഞെന്നാന്നോ? പിന്നെ പാത്രം തല്ലിപ്പൊട്ടിച്ചെന്നാന്നോ? ആ ദുഃഖത്തിന്റെ പാനമാത്രം ഇങ്ങോട്ട് വാങ്ങിയേച്ച് അലറിയെന്നോ അലമുറ കിട്ടെന്നോ അനാവശ്യം പറഞ്ഞെന്നോ അല്ല.
ആ പാത്രം ഇങ്ങോട്ട് വാങ്ങി വെച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി. ചോദ്യം നിങ്ങളോടാ, ഇതുവരെ ഞാനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് ദൈവം തമ്പുരാൻ ദുഃഖത്തിന്റെ പാനപാത്രം കൊടുത്തപ്പോൾ ആ പാനപാത്രം കൊച്ചുകുഞ്ഞ് കയ്യിലോട്ട് വാങ്ങി, അലമുറയുണ്ടാക്കാതെ, നിലവിളി ഉണ്ടാക്കാതെ, മറുക്കാതെ, പിറുപിറുക്കാതെ, എതിർക്കാതെ, ഉടക്കാതെ, ഉതയ്ക്കാതെ ആ പാനപാത്രം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ പാടി. അതെന്നാ കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ പാടാൻ കാര്യം? മുന്നിൽ ഇരുത്തിരിക്കുന്നതാ. ദുഃഖത്തിന്റെ പാനപാത്രം തന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ അത് വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി. പാടാൻ കാരണം, നാളൊരാളെ പറഞ്ഞ കൊച്ചുകുഞ്ഞിന് വാട്ടത്തിരി അറിയാമായിരുന്നെന്ന്. അതുകൊണ്ട് ശരിയാ. പാടാൻ കാരണം ആ പാട്ടറിയാമെങ്കിൽ അതിന്റെ ആൻസർ അതിനകത്തുണ്ട്. അമ്മാമ്മയുടെ പേരെന്നാ? ബിയൂല. ആ, നല്ല പേരാന്നല്ലോ. അമ്മാമ്മ പറഞ്ഞതാ എന്റെ ശരി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് കയ്യിലോട്ട് കൊടുത്തപ്പോൾ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് എതിർക്കാതെ കൊടുക്കാതെ വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടാൻ കാരണമെന്നാന്ന് കൊച്ചുകുഞ്ഞ് തന്നെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ. സമയമില്ല ദൈവമൈതലേ, നിന്റെ ദൈവം നിനക്ക് ദോഷമൊന്നും വരുത്തുകയില്ല, നിന്റെ ദൈവം നിനക്ക് അനർത്ഥമൊന്നും വരുത്തുകയില്ല. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. എന്നിട്ട് പറയും ആ ദൈവം വിശ്വസ്തൻ. അടുത്തത് വായിക്കുമോളെ. അയ്യോടി, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമല്ലയോ വായിച്ചത്? 14-ന്റെ മേളില്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്ക് വഴി ഉണ്ടാക്കി തരും. ഇന്ന് രാത്രി നിനക്ക് നീക്കുപോക്കുന്ന രാത്രിയാ. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഏത് വിഷയത്തിൽ നീ ഭാരത്തോടെ മനം നൊന്നും മനോവേദനയോടെ വന്നു, വിഷയത്തിൽ ഇന്ന് രാത്രി യേശു നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചയക്കും. നീ മനോവേദനയോടെ വന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മനസ്സ് വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട വരാൻ പോകുകയാ. ഇന്ന് രാത്രി രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന രാത്രിയാ. ഈ രാത്രി നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന രാത്രിയാ. യേശു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ വിടുവിക്കും. യേശു നിന്നെ സൗഖ്യമാക്കും. പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം യേശുവിന്റെ പരിശുദ്ധ നാമം. ആ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വഴി തുറക്കാൻ പോവുക. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സകലത്തിന്റെ അധികാരി കർത്താവാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് പരീക്ഷകൾ നേരിട്ട് എല്ലാം ഒന്നും വിവരിക്കാൻ നേരമില്ല. വിവിധ പരീക്ഷകൾ വന്നു. 40 കഴിഞ്ഞപ്പോഴല്ല പരീക്ഷ, 40 ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ 40 കഴിഞ്ഞപ്പോൾ പരീക്ഷ അടുത്ത് വന്നു. 40 ദിവസവും നടന്ന പരീക്ഷയുടെ ക്രോഡീകരണം എന്ന നിലയിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് വന്നു. എല്ലാം വിവരിക്കുന്നില്ല. പിശാച് വന്നേച്ച് പറഞ്ഞു 40 ഇരുന്നല്ലയോ? ഇരുന്നു. വിശപ്പുണ്ടല്ലയോ? ഒരു കാര്യം ചെയ്യുക, ഈ കല്ലുകളല്ല അപ്പമായി തീരാ. 40 ഇരുന്ന് കൃപയൊക്കെ കെട്ടിയിരിക്കുകയല്ലേ. യേശുവിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളായിരുന്നു ഉടനെ കല്ലിന് വേണ്ടി പ്രാർത്ഥിക്കും. കല്ലിന് കർത്താവ് ഈ കല്ലുകളെ എല്ലാം അപ്പമാക്കി തീർത്ത് നിന്റെ നാമത്തെ നമ്മൾ പ്രാർത്ഥിക്കും. റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് പടൽ വെട്ടിക്കുന്ന കാണാം. യേശു പറഞ്ഞടാ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് ജയിച്ചോണം. പരീക്ഷ വചനത്താൽ ജയിച്ചോണമെന്ന്. അതിൽ തോറ്റപ്പം പിശാച് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യും,
ഉയർന്ന ഒരു മലയെ കൊണ്ടുപോയി. മത്തായി ഉയർന്ന മലയെന്നാണ് എഴുതിയേക്കുന്നത്. ലൂക്കോസ് മലയെന്നല്ല, മേപ്പോട്ട് കൊണ്ടുപോയെന്ന്. അതാ കുറച്ചുകൂടെ നല്ലത്. കാരണം ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യവും ക്ഷണനേരത്തിൽ കാണിച്ചു പറഞ്ഞു, ഇതെല്ലാം എൻ്റെതാ, എങ്കൽ ഫലമേൽപ്പിച്ചു. പിന്നെ ഒറ്റ കണ്ടീഷൻ, എന്നെ ഒന്ന് ഒറ്റ വർഷിപ്പ് മുഴുവൻ തന്നേക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളവനെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, കന്നുകാലിയെ ആരാധിക്കരുത്, വൃക്ഷത്തെ ആരാധിക്കേണ്ട, പ്രകൃതിയെ ആരാധിക്കേണ്ട, സൂര്യനെ ആരാധിക്കേണ്ട, ചന്ദ്രനെ ആരാധിക്കേണ്ട, നക്ഷത്രങ്ങളെ ആരാധിക്കേണ്ട, ആ കല്ലും കട്ടയും ഒന്നും ആരാധിക്കേണ്ട. മനുഷ്യനെ ആരാധിക്കേണ്ട, ആണിനെ ആരാധിക്കേണ്ട, പെണ്ണിനെ ആരാധിക്കേണ്ട, അമ്മയെ ആരാധിക്കേണ്ട, അപ്പനെ ആരാധിക്കേണ്ട, കൊച്ചുങ്ങളെ ആരാധിക്കേണ്ട, പാസ്റ്റർമാരെ ആരാധിക്കേണ്ട, അച്ഛനെ ആരാധിക്കേണ്ട, തിരുമേനിയെ ആരാധിക്കേണ്ട, പരിശുദ്ധ തിരുമേനിയെ ആരാധിക്കേണ്ട, അമ്മ മറിയേമിനെ ആരാധിക്കേണ്ട, ഒരു മധ്യസ്ഥനെ ആരാധിക്കേണ്ട. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. അമ്മേനെ അപ്പനെ ആരാധിക്കേണ്ട, അമ്മയെ അപ്പനെ ബഹുമാനിച്ചാ മതി. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. അപ്പനെ അമ്മയെ ആരാധിക്കണ്ട, അപ്പനെ അമ്മയെ അത് അത്യാവശ്യം അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ 5:30 കുർബാനയ്ക്ക് പോകേണ്ട ഒരു ഗുണവും വരികയല്ല നിനക്ക്. ആ പള്ളിയും കൂടെ നിന്റെ മണ്ടേ വീഴും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ 40 ദിവസം പെന്തിക്കോസ് കോളി വന്ന് മുമ്പ് തമ്പേറെല്ലാം കൂടെ 5 തമ്പേറ് തല്ലിപ്പൊട്ടിച്ചു, ആയത്തിലടിക്കുകയല്ലേ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ തമ്പേറ് തല്ലിപ്പൊട്ടിച്ച് അവസാനം നിന്റെ ഒരപ്പൂട്ടിളകാന്നല്ലാതെ യാതൊരു ഗുണവും നിനക്ക് വരികയല്ല. എടാ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ മലയ്ക്ക് പോയത് കൊണ്ട് നിന്നെ കടുവ പിടിക്കും. ഈയിടെ ഇറങ്ങിയെന്നാ കേൾക്കുന്നത്, മനസ്സിലായോ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ മലയ്ക്ക് പോയിട്ട് തന്നെ എടുക്കാനാ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ മക്കയ്ക്ക് പോയിട്ട് തന്നെ എടുക്കാനാ? നീ പോകുന്ന വിമാനവും കൂടെ തകരും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ യോർദാൻ നദി കാണാൻ പോയി. ഞാൻ പത്രോസ് കഴിച്ച മീൻ ഞാനും മേഴ്സിയും കഴിച്ചു. പിന്നെ ചുമ്മാ ഊളത്തരവെല്ലാം പറഞ്ഞ്. ഒരു കാര്യം പറയാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, പക്ഷേ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. സകലത്തെയും നിർമ്മിച്ച ദൈവം, സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, അനാദിയായും ശാശ്വതമായുള്ള ദൈവം, സർവത്തെയും സൃഷ്ടിച്ച ദൈവം, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അത് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം ഇന്നത്തെ മെസ്സേജ്. ബാക്കി ബഹുമാന്യ കർത്തദാസന്മാർ അനുവദിച്ചതുപോലെ കർത്താവ് വരാൻ താമസിച്ചാൽ, ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അടുത്ത സിയോൻ കൺവെൻഷന് പറയാം. അതാ നല്ലത്. സ്തോത്രം. ഇപ്പൊ ഇന്നങ്ങ് ഒരാൾ പറഞ്ഞ പോലെ ഇന്നങ്ങ് നിർത്താം. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. സ്തോത്രം. ഈ കാണുന്ന ചരാചരങ്ങളെയോ ഭൂചര ഖേചര വസ്തുക്കളെ ഒന്നും ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. നക്ഷത്രത്തെ ആരാധിക്കരുത്. ചമച്ചൊരു ദൈവമുണ്ട്. ഈ വൃക്ഷത്തെയും കല്ലിനെയും മണ്ണിനെയും ഒന്നും ആരാധിക്കരുത്. ഇതിനെയെല്ലാം ഉണ്ടാക്കി ഒരുവൻ സ്വർഗത്തിലുണ്ട്. മനുഷ്യനെ ആരാധിക്കരുത്. മനുഷ്യനെ സൃഷ്ടിച്ചവന്റെ ഉള്ളിൽ ശ്വാസം കൊടുത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇടിവെട്ടുമ്പോ കൊള്ളിയാൻ അതിനൊന്നും വായുവിനെ ആരാധിക്കരുത്. വായു തന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അഗ്നിനെ ആരാധിക്കരുത്. അഗ്നി പകർത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവം. അപ്പൊ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആരാ ആരാധിക്കേണ്ടത്? അതൊരു വിഷയമാണ്. ചുമ്മാ പോകുന്നവന് ആരാധിക്കുന്നു ഞങ്ങൾ, ചുമ്മാ പോകും. അവനും കയറി പ്രൈസാണ്. ഞാൻ പറയാം, അമ്മാമ്മ അവിടേക്ക് ബിയൂല. പിന്നെ
അപ്പൊ ശ്രദ്ധിച്ചേ, അത് പറഞ്ഞു നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഒറ്റ മധ്യസ്ഥനെ ആരാധിക്കരുത്, ഒരു മനുഷ്യനെ ആരാധിക്കരുത്, ഒന്നിനെ ആരാധിക്കരുത്, ദൈവത്തെ ആരാധിക്കണം. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവനെല്ലാം കയറി ആരാധിക്കരുത്. ആരുടെ ആരാധനയാ പ്രസാദിക്കുന്നെന്ന് കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താം, ബാക്കി നിങ്ങൾ ചിന്തിച്ചു. തെളിവ്, ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ 430 വർഷം ജീവിച്ചു. ഒറ്റ ദിവസം പോലും ആരാധിച്ചെന്നില്ല, ചാപ്പാട് കഴിച്ചെന്നുണ്ട്. ഉണ്ട്, കഴിച്ചതിൻ്റെ ലിസ്റ്റും അവര് പിന്നെ വില കൂടാതെ, അന്നും കാശ് മുടക്കിയൊന്നും ചെയ്യത്തില്ല, എല്ലാം സൊളിവില. വില കൂടാതെ, കാശ് മുടക്കില്ല, വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ തിന്ന ലിസ്റ്റുണ്ട്. ആരാധിച്ച നിർത്ത വാക്യമല്ല മിസ്രയീമിൽ. ഇഷ്ടിക ഉണ്ടാക്കി കുഴച്ചു ചവിട്ടി, അതൊക്കെ ഉണ്ട്. അടി, കേസ്, വഴക്ക്, എബ്രായനും മിസ്രയീമിനും, പിന്നെ എബ്രായനും ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആരാധിച്ചെന്ന് വാക്യമില്ല. ആരാധിച്ചത് എപ്പോഴാന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ, അത് പറഞ്ഞ് നിർത്താം. ആബീമ മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. രക്ഷിക്കപ്പെട്ടു കുഞ്ഞാട് യേശുക്രിസ്തു. ആ പരിശുദ്ധ രക്തം, ആ രക്തം കൊണ്ട് കട്ടളക്കാരുടെ കുറുമ്പടി വരും, അത് രക്ഷയെ കാണിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, ആരാധിച്ചില്ല. രക്ഷിക്കപ്പെട്ട് മിസ്രയീമിൽ നിന്നില്ല, രക്ഷിക്കപ്പെട്ടു, മിസ്രയീം വിട്ടു. ഇത് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ അവിടെ പെട്ട് കിടക്കുക. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ ഞാൻ 77-ൽ, പിന്നെ എവിടെ ഇപ്പൊ നിൽക്കുന്നത്? അവിടെ തന്നെയാണോ? അതിന് അവിടെ നിൽക്കുന്നത്? അതെ, അവിടെ നിന്നാ കുറച്ച് പേരെയും കൂടെ കൊണ്ടുവരാം. മിക്കവാറും നടക്കുന്ന കേസല്ല അമ്മാമ്മേ. രക്ഷിക്കപ്പെട്ടോ, നീ മിസ്രയീം വിട്ടോണം. മിസ്രയീം വിട്ട് ഇവര് മുമ്പോട്ട് വന്ന് ചെങ്കടല് കടന്നു. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ചെങ്കടല് സ്നാനം. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത് പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന 1 കൊരിന്ത്യർ 10:1 മുതൽ താഴോട്ട്. അപ്പോൾ ചെങ്കടൽ സ്നാനം. കുഞ്ഞാടിനെ ഇറക്കുന്നത് രക്ഷ, ചോരത്തളി രക്ഷ. രക്ഷിക്കപ്പെട്ടവന് മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്നു. ചെങ്കടൽ സ്നാനം. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ പുറപ്പാട് 15:1 മുതൽ മോശയും സഹോദരന്മാരും കൂടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആരാധന. പുറപ്പാട് 15:1 മുതൽ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി. 20-ാം വാക്യം വന്നപ്പോ അമ്മാമയ്ക്ക് ഉണർവുണ്ടായി. മിറിയാം, അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. 21 സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് ചെന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ 14-ാം അധ്യായത്തിൽ സ്നാനം നടക്കുക, സ്നാനം. 12-ാം അധ്യായത്തിൽ രക്ഷ. 13-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടിരുന്നിട്ട് മിസ്രയീം വിട്ടു. 3 ദിവസമേ മിസ്രയീം വിട്ടു. 14-ാം അധ്യായത്തിൽ സ്നാനം നടക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 15-ാം അധ്യായം ആരാധന. അപ്പോൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്കി പറയാ, രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് മറുകര കയറിയവന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധനയാ. ആ ആരാധനയിൽ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധനയാ. ആ ആരാധനയിൽ ദൈവപ്രസാദമുള്ള ആരാധനയാ. ഇന്ന് രാത്രി ആ ആരാധന ഇവിടെ വെളിപ്പെടട്ടെ. ആ ആരാധനക്കാരെ ദൈവം അംഗീകരിക്കും. അവിടുന്ന് ആരാധനക്ക് യോഗ്യനാ, അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനാ, അവിടുന്ന് മഹത്വത്തിന് യോഗ്യനാ. കുഞ്ഞാട്, നീ യോഗ്യനായിട്ട് ഒരുവനെയുള്ളൂ, യേശുക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധൻ ക്രിസ്തു.
പ്രൈസ് ദി ലോർഡ്. യാതൊരു കളങ്കമില്ലാത്ത ദൈവ കുഞ്ഞാട് ഇന്ന് രാത്രി ആ കുഞ്ഞാടിനെ ആരാധിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ആ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്ത്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ആ കുഞ്ഞാടാണ് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ള കുഞ്ഞാട്. അവിടുന്ന് അറിയാതെ നിനക്കൊന്നും വരികയില്ല. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവിടുന്ന് ആ സർവ്വത്തിന്റെ അധികാരം